കനത്ത മഴയിൽ പത്തനംതിട്ട റാന്നിയിൽ സ്ഥിതി ഗുരുതരമാണ്. ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷം. രക്ഷാപ്രവർത്തനത്തിന് കുട്ടവഞ്ചികളും ഇറക്കുന്നുണ്ട്. കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ്. പത്തനംതിട്ട തേക്കുതോട്, തണ്ണിത്തോട് ഭാഗങ്ങളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. തണ്ണിത്തോട് തൂമ്പക്കുളത്ത് ഉരുൾപൊട്ടിയതായി സംശയം. താഴ്ന്ന മേഖലകളെല്ലാം വെള്ളത്തിനടിയിലായതോടെ പ്രളയ സമാന സാഹചര്യമാണ് റാന്നിയിൽ. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, എന്താണ് നിലവിലൊരു അവസ്ഥ? വെള്ളം ഇറങ്ങിത്തുടങ്ങിയോ? പ്രളയ സമാനമാണ് പലയിടത്തും. ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണിപ്പോൾ? അരുണ, നിലവിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. മഴ അല്പസമയം മുൻപ് വരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ചെറിയ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും നിലവിൽ ഈ വെള്ളം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. വെള്ളം ഇറങ്ങുന്നുണ്ട്. നേരത്തെ നമ്മൾ നിന്ന ഭാഗത്തെല്ലാം വലിയ തരത്തിലുള്ള വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാണുന്ന കടയുടെ പകുതിയോളം തന്നെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയത് ഇവിടെയുള്ള ആളുകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ ആളുകളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്ന, ഈ വീടുകളിൽ വെള്ളം കയറിയ ഭാഗത്തുള്ള വീടുകളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരുന്നുണ്ട്. വനംവകുപ്പിന്റെ കുട്ടവഞ്ചി അടക്കം ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആളുകളെ ഇവിടെ നിന്നും മാറ്റുന്ന നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളായ റാന്നിയിലും കോന്നിയിലുമാണ് ഇത്തരത്തിൽ പ്രധാനമായും ഉള്ള നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് ആറന്മുളയിലാണ്. ആറന്മുളയിൽ ഈ റാന്നി ഭാഗത്തു നിന്നും ഈ പമ്പയാർ വഴി എത്തുന്ന വെള്ളമാണ് ഈ ആറന്മുളയിലും ഇത്രത്തോളം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നത്. നമ്മൾ ഈ റാന്നിയിൽ ഈ വെള്ളം താഴുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ വെള്ളം നേരെ എത്തുന്നത് പമ്പയാർ വഴി ഒഴുകി ആറന്മുളയിലേക്കാണ് എത്തുന്നത്. അവിടെ സ്വാഭാവികമായും വെള്ളം പൊങ്ങാനുള്ളൊരു സാധ്യത അതുകൊണ്ട് തന്നെ ഉണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയുടെ റാന്നിയിലും കോന്നിയിലും പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴക്കെടുതി വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. കോന്നിയിൽ നെല്ലിക്കപ്പാറയിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടലിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഇത്തരത്തിൽ വാഹനങ്ങൾ ഒലിച്ചു പോകുന്നതടക്കമുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു ജീപ്പ് മണ്ണിനടിയിൽ പെട്ടുപോയി, ബൈക്ക് ഒഴുകിപ്പോയി. അത്തരത്തിൽ വലിയ നാശനഷ്ടം ആ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വലിയ ശബ്ദം, ഇന്ന് പുലർച്ചെ വലിയ ശബ്ദം കേട്ട് ആളുകൾ അവിടെ നിന്നും ഓടി മാറിയതിനാൽ തന്നെ ഈ ഒലിച്ചു വന്ന മലവെള്ളത്തിൽ അല്ലെങ്കിൽ മണ്ണും വെള്ളവുമായി വന്ന ഭാഗത്തേക്ക് ആളുകൾക്ക് അവിടെ നിന്ന് മാറാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വീടുകൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പല വീടുകളും പൂർണ്ണമായും, ചിലത് ഭാഗികമായും തകരുന്ന ഒരു സാഹചര്യം വിവിധ ഇടങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവരുടെ വീടുകളിൽ വളർത്തിയിരുന്ന മൃഗങ്ങളടക്കം ചാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മറ്റൊന്ന് മണിയാർ ഭാഗത്താണ്. മണിയാർ ഭാഗത്തും സമാനമായ തരത്തിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. അവിടെയും ഇത്തരത്തിൽ വീടുകൾ തകരുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മണിയാർ ഡാമിന്റെ ഷട്ടറിന്റെ നിർമ്മാണം വളരെ കാലം മുതൽ തന്നെ ഇങ്ങനെ പൂർത്തിയാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ആ ഭാഗത്തെല്ലാം ക്രമാതീതമായി ഉയരുന്നതിന് ഇതിൽ കാരണമായിട്ടുണ്ട് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള അടക്കം ആളുകൾ പറയുന്നത്. എന്തായാലും ആ ഭാഗത്തും ഇത്തരത്തിൽ വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ മഴ കുറഞ്ഞത് വലിയ ആശ്വാസം ഇവിടെയുള്ള ആളുകൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ പോലും ഈ മലയോര മേഖലകളിൽ, പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കാടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്തേക്കും വലിയ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പൂർണ്ണമായും എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും പരമാവധി ആളുകളുള്ള ഇടങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ആറന്മുളയിലടക്കം ഇത്തരത്തിലുള്ള നടപടികൾ നിലവിൽ പുരോഗമിച്ചു വരികയാണ്. അരുണ്യ.